എന്തൊക്കെയുണ്ട്? എന്തു പറ്റി? ഇന്നിത്തിരി നേരത്തെ ആണല്ലോ. ശാരദ ടീച്ചർ മറ്റെവിടെയോ തയ്പ്പിക്കാൻ കൊണ്ടുപോയ ഡ്രസ്സുകളാ. ഞാൻ അതിങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്നു. എന്തിനാ രമേശ അന്യരായ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം? ഇങ്ങനെ കരുതുന്ന പ്രശ്നം. സ്വന്തം സഹോദരനെ പോലെ എന്നെ കണ്ട പ്രശ്നം തീർന്നില്ലേ? എന്താടി ഒരു സന്തോഷം? നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ സഹായിക്കാൻ വന്നതായിരിക്കും അല്ലേ? സഹായിച്ച് അവസാനം പള്ള വീർപ്പിച്ച് കൊടുക്കല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? കുടിശ്ശിക, വാടക കുടിശ്ശിക ഒരുപാടുണ്ടേ. എന്ന് തന്ന് തീർക്കും നീ? ഇത് ചതിയാണ്. നിങ്ങൾ ഈ വീട് തന്നത് വാടക വേണ്ടെന്നും പറഞ്ഞല്ലേ? ഞാൻ വാടക തന്നപ്പോ നിങ്ങൾ വാങ്ങിയതുമില്ല. എന്നിട്ടിപ്പോ എല്ലാം കൂടി ചോദിച്ചാ ഞാൻ എങ്ങനെ തരും? ഓസിമേ താമസിക്കാൻ നീ എന്റെ വെപ്പാട്ടൊന്നുമല്ലല്ലോ, ആണോ? പിന്നെ വാടക വാങ്ങിക്കാതിരിക്കാം ജീവിതകാലം മുഴുവനും. പക്ഷെ ഭരതനായിട്ടൊന്ന് കഴിയണം ഒരു രാത്രിയെങ്കിലും. കുറച്ചുകൂടി മാനുവേ സംസാരിക്കണം സാർ. നിർത്തടാ, നീ എന്നെ മാനുവ പഠിപ്പിക്കാൻ വന്നിരിക്കാണ്. അച്ചാൾക്ക് ഒരവധിയും കൂടെ തരും. അതിനുള്ളിൽ കുടിശ്ശിക തന്ന് തീർത്തില്ലെങ്കിൽ ഭരതനായിട്ടല്ല മറ്റ് പലരുമായിട്ട് നീ ഉറങ്ങേണ്ടി വരും. എന്റെ കാശ് മുതലാകാതെ ഞാൻ വിടില്ല ഒന്നിനെയും. പിന്നെ ഈ നാടോ വീടോ വിട്ട് പോകാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അറിയാലോ സിഐ സൂണനെ, നിന്നെ ഒരു പീഡന കേസ് കൊടുക്കാൻ നിമിഷങ്ങൾ മതി സൂണന്. മറക്കണ്ട. രമേശ, നീ എന്തെവിടെ? നിങ്ങളെന്താ ഇവിടെ? ഞാനിവിടെ തന്നെ. നീ എന്തെവിടെ? ഞാനിവിടെ. അല്ലടോ, ലക്ഷ്മി കുട്ടില്ലേ ഇവിടെ? അകത്തുണ്ട്. എന്താ? മോൾക്ക് ഇവരെ മനസ്സിലായില്ലേ? കുഞ്ഞിന്റെ മുത്തച്ഛനെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചോമാരാ. ക്ഷമിക്കണം, ഞങ്ങളിപ്പോ വളരെ മോശമായിട്ടാ പെരുമാറിയത്. ഞങ്ങളുടെ ഭാഗത്താ തെറ്റ്. അത് തിരുത്താനാ ഇവര് വന്നത്. ഇത് വാങ്ങണം. എന്താ ഇത്? ഒരു ചെറിയ സഹായം കരുതിയാ മതി. വേണ്ട. അല്ല മോളെ, ഇതൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് കൂട്ടിയാ മതി. പറഞ്ഞില്ലേ വേണ്ടെന്ന്. ദയവായി നിങ്ങളൊന്ന് പോണം. ഇങ്ങനെ സഹായിക്കാൻ വന്നവരൊക്കെ അവസാനം ശല്യായി മാറിയിരിക്കണു. അതുകൊണ്ടാ എന്റെ കുട്ടി ഇങ്ങനെ പറഞ്ഞതേ. ദയവായി നിങ്ങളൊക്കെ പോകണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനൊരു വഴിയുണ്ട്. എന്നൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? കണ്ടു പരിചയമില്ലാത്ത 3-4 പിള്ളേരെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ആരാവരൊക്കെ? എന്തിനാ? അല്ല, അയൽക്കാരല്ലേ, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്ന് കരുതിയിട്ടാ. അങ്ങനെ ഇപ്പൊ അറിയണ്ട. കാര്യങ്ങളും നിങ്ങൾ അറിയാണ്ട് പോട്ടതല്ലേ? വാ, കേറി വാ. ഇരുന്നോ? ലക്ഷ്മി കുട്ടി അകത്തില്ലേ? നമസ്കാരം. എന്താ നിങ്ങൾ വീണ്ടും? ചക്രപണി, അതായത് മോളെ, ഇവര് ഡൽഹിക്കാരാ. അവിടെ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ട് അത്രേ, ഈ മറുനാടൻ മലയാളികളുടെ. കലാമണ്ഡലത്തിൽ പോയി അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാ ഇവര് വന്നിരിക്കുന്നത്. ഇവർക്ക് ഇവിടെ ഒന്നും നല്ല പരിചയമില്ലേ. കുറെ ഡാൻസ് ഡ്രസ്സുകൾ തയ്പ്പിച്ചിട്ട് വേണം ഇവർക്ക് മടങ്ങാൻ. മോഹിനിയാട്ടം, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്, അങ്ങനെ 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 കോച്ചിപ്പിടി, അല്ലെ കോച്ചിപ്പിടി അല്ല കുച്ചിപ്പിടി, അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മോള് തന്നെ അതിന് വേണ്ട ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കും. സാവകാശം മതി. 3 മാസം സമയമുണ്ട്. മോളൊന്ന് സമ്മതിക്കണം. അതൊരു വലിയ സഹായമാണ് ഇവർക്കേ. ചെറിയൊരു സഹായം, മറുത്തു പറയരുത്. ഡെന്നിസേ, ആ തുണിക്കെട്ടുകൾ എടുക്കാൻ പറ. അവിടെ ഇറക്കിയേക്ക്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ചെറിയ പ്രോഗ്രാമാണ്. ചക്രവാണി, ഇതാണ് വാങ്ങിച്ചോളൂ.
സഹായമല്ലല്ലോ, കൂലിയല്ലേ. കൂലി അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കോളൂ കുട്ടി. ഇത് നല്ല കൂട്ടി, വാങ്ങിക്കോളൂ. എന്റെ പേര് ദത്തൻ. ദത്തൻ ഫ്രം ഡൽഹി. അതാടാ ഈ നിഷേധിയായ നന്ദന്റെ ബുദ്ധി. ഇപ്പൊ എങ്ങനെയുണ്ട് ഡെന്നീസേ? എന്റെ സഹായം വാങ്ങില്ലെന്ന് ശടിച്ച് അവളെ ഞാൻ സഹായിച്ചില്ലേ, അതും ഈ പണം കൊണ്ട്. അതാണ് നന്ദന്റെ പണം. അതിന്റെ നിറവും മണവും ഗുണവും ഒക്കെ വേറെയാ. ഇനി എന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ കൂടി കണ്ടെത്തണം. അപ്പോഴേ ഇതിന്റെ തനി കൊണം പുറത്തു വരൂ. വാ, ചക്രപാണിയോട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താൻ പറയണം. ഇവിടെ നിന്ന് മാറാൻ തോന്നണില്ലല്ലേ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. എവിടെ പോയി കിടക്കായിരുന്നുടാ? പോയത് ലക്ഷ്മിയല്ലേ? അതെ. ആണെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നീ അങ്ങനെ വെറുതെ ചോദിക്കുന്നു? വാർത്തകൾ തുടരുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സഹദേവൻ കരുണാലയം സന്ദർശിച്ചു. മക്കളാലും കുടുംബാംഗങ്ങളാലും ഒറ്റപ്പെട്ട് കഴിയുന്ന നിരാലംബരായ അന്തേവാസികൾക്ക് കരുണാലയത്തിൽ നിന്ന് ലഭിക്കുന്ന പരിചരണം അമൂല്യമാണെന്ന് മന്ത്രി വിശേഷിപ്പിച്ചു. കൂട്ടുകുടുംബം അണുകുടുംബത്തിന് വഴിമാറിക്കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും പുനർചിന്തനം നടത്തണമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഈ സ്ത്രീ, ഇവരാണ് എന്റെ അമ്മ. I want her. എനിക്കവരെ വേണം, എനിക്കവരെ വേണം. പർച്ചേസ് ചെയ്യാൻ, പണം കൊടുത്ത് വാങ്ങാൻ. അനാഥന ടിവിയിൽ ആ സ്ത്രീയെ കണ്ടപ്പോ മരിച്ചുപോയ അവന്റെ അമ്മയെ പോലെ തോന്നിയത്രേ. 3 മാസം, ഒരു ദത്ത് പോലെ. അതുവരെയെങ്കിലും ഞങ്ങൾക്ക് അവരെ വിട്ടുതരാൻ ദയവ് കാണിക്കണം. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കാറില്ല. പിന്നെ ഭാനുമതി അമ്മയുടെ കാര്യമായതുകൊണ്ടാ ഒരു ചേഞ്ച് അവർക്കും ഗുണം ചെയ്യും. മാനസികമായി വളരെ അസ്വസ്ഥയാണ് അവര്. അതുകൊണ്ട് മാത്രം ഞാൻ അനുവദിക്കാം. താങ്ക് യു മദർ. കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. സിസ്റ്റർ, യെസ് മദർ. ആ ഭാനുമതി അമ്മയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരും. എന്താ ഇത്? 5 ലക്ഷം രൂപയുണ്ട്. ഒരു ഗിഫ്റ്റായി കരുതിയാ മതി, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്താ കുട്ടി, വില കൊടുത്ത് വാങ്ങാനുള്ളതാണോ മാതൃസ്നേഹം? അതെ, നന്ദന് വില കൊടുത്ത് വാങ്ങാനുള്ള അങ്ങാടിച്ചരക്ക് തന്നെയാ മാതൃസ്നേഹം. ബോസിന് എനിക്ക് അവരെ വേണ്ട, വില കൊടുത്ത് വാങ്ങണം, പർച്ചേസ് ചെയ്യണം. എന്നാലേ ഞാൻ ജയിക്കൂ. എന്റെ പ്രതികാരവും. പക്ഷെ നന്ദ, അവരെ പണം വാങ്ങുന്നില്ല. ഡെന്നീസേ, പല പേരുകളുണ്ട് പണത്തിന്. ഭാഗ്യം, ആഭിജാത്യം, പടച്ചോൻ. ഇവിടെ ഡൊണേഷൻ എന്നാണ് പേര്. നമ്മൾ ഡൊണേഷൻ എന്ന പേരിൽ അവരെ വാങ്ങും.
ഡൊണേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ പണം വാങ്ങുന്നത്. ദാ റെസിപ്റ്റ്. എന്തേ അമ്മ കരുണാലയത്തിൽ? അറിയില്ല, ഒരു പിഴവ് കൂടി സംഭവിച്ചു. അവരിപ്പോ ഏട്ടനോടൊപ്പം കഴിയുന്നുണ്ടാവുന്നായിരുന്നു എന്റെ ഊഹം. പക്ഷെ തെറ്റി. കണ്ടെത്തിയത് ഒരു വൃദ്ധാലയത്തിൽ. ഏട്ടന്റെ ഭാര്യയോട് പോരിനെ എന്നപ്പോ പുറത്താക്കിയതാവും. എന്തോ ആവട്ടെ, ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നു. നീ കണ്ടോ, കുട്ടിക്കാലത്ത് അമ്മയെന്ന് പറയുന്ന ഈ സ്ത്രീ എനിക്ക് നിഷേധിച്ചതെല്ലാം ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്നു. അതും കൂലി കൊടുത്ത്. അപ്പോഴേ നന്ദൻ ജയിക്കൂ, എന്റെ പണവും. ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. പണം കൊടുത്ത് സ്നേഹത്തെ വാങ്ങാൻ. കണ്ടോ നീ? വാ. നിർത്ത്. 5001 രൂപയുണ്ട്. എന്തിനാ? കൂലിയാണ്. ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നത് നിങ്ങളാണ്. അതിനുള്ള കൂലി. ആരായാലും ശരി, ചെയ്യുന്ന ജോലിക്ക് അപ്പ കൂലി. അതാണ് ദത്തന്റെ സ്റ്റൈൽ. കൂലി നൽകുന്നതോടെ എല്ലാം തീർന്നു. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും വളരുന്നില്ല. വായിക്കണം. കൂലി തരാനാണോ എന്നെ കൊണ്ടുവന്നത്? ഇനി ഒരിക്കലും ആ പഴയ തുക്കട കരുണാലയത്തിലേക്ക് നിങ്ങൾക്ക് പോവേണ്ടി വരില്ല. പകരം പോവാം എല്ലാ സൗകര്യങ്ങളുമുള്ള 5 സ്റ്റാർ വൃദ്ധാലയത്തിലേക്ക്. പക്ഷെ അവിടെ സ്നേഹം കാണില്ലല്ലോ. ഹേയ്, പറഞ്ഞു പോകരുത് ആ വാക്ക്. സ്നേഹം എന്ന വാക്കില്ല ഈ വീട്ടിൽ. പണം, പണം മാത്രം. മേലിൽ ആ വാക്ക് ഉച്ചരിക്കരുത്, പ്രത്യേകിച്ചും നിങ്ങളുടെ നാവുകൊണ്ട്. എന്തായത്? ഇത്രയും നാളത്തെ നിങ്ങളുടെ വാടക കുടിശ്ശിക. ഇത്രയും പെട്ടെന്ന് ഈ പണം എവിടെ നിന്ന് ഒപ്പിച്ചു? അത് നിങ്ങൾ അറിയേണ്ടതില്ല. അറിയണമല്ലോ, ബിക്കോസ് ഐ എം എ പോലീസ് ഓഫീസർ. വിചാരം തുടങ്ങിയോ? എന്നാ പിന്നെ നാട്ടിലെ കുബേരന്മാരൊന്നും തുടങ്ങായിരുന്നില്ലേ? വരുത്തന്മാർക്ക് കൊടുക്കണോ?